നമസ്കാരം. വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതായത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ബിഗ് ബോസ് മലയാളം 6ാം സീസൺ തുടക്കം മുതൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. മത്സരാർത്ഥികളെല്ലാവരും അവരുടെ ഗെയിം പ്ലാനുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തെടുക്കാൻ തുടങ്ങിയതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം സെക്ഷലി ഹാരാസ് ചെയ്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. രതീഷ് കുമാറിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. സഹമത്സരാർത്ഥി ജാൻമണി തന്നെ കെട്ടിപ്പിടിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കിയ ആളാണ് ഈ രതീഷ്. ഇതിൻ്റെ പേരിൽ ജാൻമണി അദ്ദേഹത്തോട് മാപ്പ് പറയുന്ന കാഴ്ചയും നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ നേരെ തിരിച്ച് രതീഷ് സഹമത്സരാർത്ഥിയും നടനുമായ സുരേഷിനോടും സമാനമായ രീതിയിൽ പെരുമാറിയിരിക്കുകയാണ്. തൻ്റെ ശരീരത്തിൽ വളരെ മോശമായ രീതിയിൽ രതീഷ് കെട്ടിപ്പിടിച്ചുവെന്നും ഒന്നിലധികം തവണ സ്പർശിച്ചു എന്ന ആരോപണവുമായിട്ടാണ് സുരേഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇരുവരും പരസ്പരം സംസാരിച്ചുവെങ്കിലും മറ്റാരുടെയോ വാക്ക് കേട്ടിട്ടാണ് സുരേഷ് ഇങ്ങനെ പറയുന്നതെന്നാണ് രതീഷ് പറയുന്നത്. പിന്നീട് വീട്ടിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചും ഈ വിഷയത്തിൽ സംസാരമുണ്ടായി. ഷോയുടെ നിയമാവലിയിൽ മത്സരാർത്ഥികൾ തമ്മിൽ ശരീരത്തിൽ തൊടുന്നതും സെക്ഷൽ ഹരാസ് നടത്തുന്നതുമൊക്കെ എതിരാണെന്ന് പറയുന്നുണ്ട്. ഇന്നലെ മുതൽ തനിക്ക് കുറച്ച് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ അനാവശ്യമായി മറ്റൊരാൾ തൊടുന്നത് വളരെ അസ്വസ്ഥതയുണ്ടാകുന്ന കാര്യമാണ്. അതിലെനിക്ക് രതീഷിനോട് ദേഷ്യമുണ്ട്. ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. വേറൊരാൾ പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നതെന്നാണ് അയാൾ പറയുന്നത്. അതിനർത്ഥം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ അദ്ദേഹത്തിന് ബഹുമാനമില്ലെന്നാണ്. ഈ വീട്ടിലുള്ള എൻ്റെ കംഫർട്ട് ലെവൽ പോയിരിക്കുകയാണ്. അത് വ്യക്തമാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നും സുരേഷ് പറയുന്നു. ഇതോടെ രതീഷ് ഇടയിൽ കയറി സംസാരിക്കുകയാണ്. സംസാരിച്ചു തീരുന്നതിന് മുൻപ് ഇടയിൽ കയറിയതിന് പ്രകോപിതനായ സുരേഷ് രൂക്ഷമായ രീതിയിൽ രതീഷിനെതിരെ പ്രതികരിക്കുന്ന കാഴ്ചയും കണ്ടു. ഇതോടെ രതീഷും ചൂടായി. പ്രായം വിചാരിച്ച് മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞതോടെയാണ് ഇന്നലെ തനിക്ക് സംഭവിച്ചത് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് എന്നും ഇയാളെ ഇപ്പോൾ തന്നെ പുറത്താക്കണമെന്നുമാണ് താൻ പറയുന്നത്. ഇയാളുടെ കൂടെ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ ഞാനും തയ്യാറാണെന്നും സുരേഷ് പറയുന്നു. 1 മണിക്കൂർ രതീഷ് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പവർ ടീം ശിക്ഷ നൽകിയിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതോടെ പവർ ടീമും രംഗത്ത് വന്നു. രതീഷ് ഇനിയും സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും മാറ്റി നിർത്തുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ താൻ ഈ ഷോയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് രതീഷ് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിലും ഭയങ്കരമായ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.